നമസ്കാരം. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് കരിക്കൻ വില്ല ഇരട്ടക്കൊലപാതക കേസ്. 1980-ൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു തുമ്പുമില്ലാതെ തുടങ്ങിയ ആ കേസും പിന്നീട് സിബി മാത്യൂസ് എന്ന യുവ IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്ന അതിവിദഗ്ധമായ അന്വേഷണവും നമുക്കിന്നോർത്തെടുക്കാം. 1980 ഒക്ടോബർ 7 തിരുവല്ലയ്ക്കടുത്തുള്ള മീന്തലക്കര എന്ന ശാന്തമായ ഗ്രാമം. അവിടെയുള്ള കരിക്കൻ വില്ല എന്ന വീട്ടിൽ താമസിച്ചിരുന്നത് വർഷങ്ങളോളം വിദേശത്തായിരുന്ന KC ജോർജും ഭാര്യ റേച്ചലുമായിരുന്നു. 63 വയസ്സുള്ള ജോർജും 56 വയസ്സുള്ള റേച്ചലും പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാതെ ഒതുങ്ങിക്കഴിയുന്ന പ്രകൃതക്കാരായിരുന്നു. വീട്ടിലെ ജോലിക്കാരിയായ ഗൗരി മാത്രമായിരുന്നു അവരുടെ വീട്ടിൽ സ്ഥിരമായി വന്നിരുന്നത്. അന്നും പതിവ് പോലെ രാവിലെ ജോലിക്കെത്തിയ ഗൗരി കണ്ടത് അടുക്കള വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലാണ്. സംശയം തോന്നി ജനലിലൂടെ അകത്തേക്ക് നോക്കിയ ഗൗരിയുടെ നിലവിളിയാണ് ആ നാടിനെ ഉണർത്തിയത്. കരിക്കൻ വില്ലയിലെ കട്ടിലിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ജോർജിന്റെ മൃതദേഹം. വിവരമറിഞ്ഞ് പോലീസ് എത്തി. അന്ന് ചങ്ങനാശ്ശേരിയിൽ പുതുതായി ചാർജെടുത്ത സിബി മാത്യൂസ് എന്ന യുവ ASP അതിരാവിലെ തന്നെ സംഭവസ്ഥലത്തെത്തി. വീടിന്റെ അകത്തെ കാഴ്ച അതിലും ഭീകരമായിരുന്നു. മറ്റൊരിടത്ത് റേച്ചലിന്റെ മൃതദേഹവും കിടക്കുന്നു. ഒറ്റനോട്ടത്തിൽ പോലീസിന് മനസ്സിലായി ഇതൊരു കൊലപാതകമാണ്, അതും അതിക്രൂരമായ ഒന്ന്. സിബി മാത്യൂസ് ഉടൻ തന്നെ സ്ഥലം സീൽ ചെയ്ത് തെളിവുകൾ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകി. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ വളരെ നിർണായകമായിരുന്നു. 1. വീടിന് പുറത്ത് ഒരു വാഹനത്തിന്റെ ടയർ പാടുകൾ. 2. വീടിനകത്ത് രക്തം പുരണ്ട കടലാസുകളിൽ പതിഞ്ഞ ഷൂസിന്റെ പ്രിന്റുകൾ. 3. ടീപ്പോയിൽ ഉപയോഗിച്ച 4 ചായക്കപ്പുകൾ. ഇതിൽ നിന്ന് പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: കൊലയാളികൾ ഒന്നിലധികം പേരുണ്ട്. അവർക്ക് ചെറുപ്പമാണ്. അവർ കൊല്ലപ്പെട്ടവർക്ക് പരിചയമുള്ളവരാണ്. കാരണം ആരെങ്കിലും ചായ സൽക്കാരം നടത്തിയിട്ടാണ് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. വീട്ടിലെ വലിയ അലമാര തുറന്ന് കാലിയാക്കിയ നിലയിൽ കണ്ടതിനാൽ മോഷണമാണ് ലക്ഷ്യമെന്നും വ്യക്തമായി. അന്വേഷണം മുന്നോട്ടു പോയി. ഷൂസിന്റെ പ്രിന്റുകൾ അക്കാലത്തെ യുവാക്കൾക്കിടയിൽ പുതിയതായി ഇറങ്ങിയ ഒരു മോഡലിന്റേതാണെന്ന് കണ്ടെത്തി. എന്നാൽ ഏറ്റവും വലിയ തുമ്പ് ഫോറൻസിക് പരിശോധനയിലാണ് ലഭിച്ചത്. സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച രക്തസാമ്പിളുകളിൽ ഒന്ന് കൊല്ലപ്പെട്ട ജോർജിന്റെയോ റേച്ചലിന്റെയോ ആയിരുന്നില്ല. അതായത് കൊലയാളികളിൽ ഒരാൾക്ക് മൽപ്പിടുത്തത്തിനിടയിൽ മുറിവേറ്റിട്ടുണ്ട്. ആരാണ് ആ കൊലയാളികൾ? അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് വീട്ടുജോലിക്കാരി ഗൗരി ആ നിർണായക വിവരം പോലീസിനോട് പറയുന്നത്. മരിക്കുന്നതിന് തലേ ദിവസം റേച്ചൽ തന്നോട് മദ്രാസിലെ മോനും കൂട്ടുകാരും വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. മദ്രാസിലെ മോൻ. ആ ഒരൊറ്റ വാചകത്തിൽ നിന്നാണ് കേരളം കണ്ട ഏറ്റവും മികച്ച കുറ്റാന്വേഷണങ്ങളിൽ ഒന്നിന്റെ ചുരുളഴിയുന്നത്. പോലീസ് ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. അപ്പോഴാണ് ജോർജിന്റെ ഒരു പേരക്കുട്ടിയായ റെനി ജോർജ് മദ്രാസിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ടെന്ന വിവരം ലഭിക്കുന്നത്. റെനി അല്പം വഴിവിട്ട ജീവിതം നയിക്കുന്ന ലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പോലീസിന്റെ സംശയം റെനിയിലേക്ക് നീണ്ടു. സിബി മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മദ്രാസിലേക്ക് തിരിച്ചു. അവിടെ പ്രശസ്ത സിനിമാ നടൻ MG സോമന്റെ സഹായത്തോടെ അവർ റെനിയെയും അവന്റെ വിദേശികളായ കൂട്ടുകാരെയും ഒരു ലോഡ്ജിൽ നിന്ന് പിടികൂടി. പോലീസിന്റെ സംശയം ശരിയായിരുന്നു. റെനിയുടെ കയ്യിൽ പുതിയതായി ഒരു മുറിവുണ്ടായിരുന്നു. അത് ബാറിലെ അടിപിടിയിൽ പറ്റിയതാണെന്ന് അവൻ കള്ളം പറഞ്ഞെങ്കിലും ഡോക്ടർമാർ അത് കുത്തേറ്റ മുറിവാണെന്ന് സ്ഥിരീകരിച്ചു. കരിക്കൻ വില്ലയിൽ നിന്ന് ലഭിച്ച 3ാമത്തെ രക്തസാമ്പിളുമായി റെനിയുടെ രക്തം ഒത്തുനോക്കിയപ്പോൾ അത് കൃത്യമായി ചേർന്നു. അതോടെ റെനി കുറ്റം സമ്മതിച്ചു. ലഹരിമരുന്ന് വാങ്ങാൻ പണം കണ്ടെത്താനാണ് റെനിയും കൂട്ടുകാരും തിരുവല്ലയിലെത്തിയത്. വീട്ടിൽ ഒരുപാട് പണമുണ്ടാകുമെന്നവർ കരുതി. ചായ കുടിച്ചതിന് ശേഷമാണ് അവർ ആ വൃദ്ധദമ്പതികളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. റെനിക്കും കൂട്ടുകാർക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് റെനി ജോർജ് എന്ന പേരിൽ ഒരു സിനിമയും പുറത്തിറങ്ങി. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് പിന്നീടാണ്. വർഷങ്ങൾക്ക് ശേഷം പരോളിലിറങ്ങിയ റെനി ജോർജ് ആത്മീയതയിലേക്ക് തിരിഞ്ഞ് പൂർണ്ണമായും ഒരു പുതിയ മനുഷ്യനായി മാറി. ഇന്ന് അദ്ദേഹം തടവുകാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടന നടത്തുന്നു. ഒരു കാലത്ത് കേരളത്തെ നടുക്കിയ ഒരു കൊടും കുറ്റവാളി ഇന്ന് മാനസാന്തരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് മുന്നിലുണ്ട്.